പോകാം. മൂന്നാർ ടോപ്പ് സ്റ്റേഷനിൽ വിനോദസഞ്ചാരികളെ ആക്രമിച്ച കേസിലെ പ്രതികൾ ഒളിവിലെന്ന തമിഴ്നാട് പോലീസ്. 7 പേർക്കെതിരെയാണ് നിലവിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അന്വേഷണത്തിലെത്തിയ പോലീസ് സംഘം മൂന്നാറിൽ നിന്ന് മടങ്ങി. തമിഴ്നാട് പോലീസ് രജിസ്റ്റർ ചെയ്ത എഫ്ഐആറിന്റെ പകർപ്പ് മീഡിയ വണ്ണിന് ലഭിച്ചു. ഇടുക്കിയിൽ നിന്ന് മുഹമ്മദ് ആഷിഖാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. ആഷിഖ്, കഴിഞ്ഞ ദിവസമാണ് തമിഴ്നാട് പോലീസ് മൂന്നാറിലെത്തിയത്. എന്തൊക്കെ കണ്ടെത്തലുകളാണ് ഇവരുടെ എഫ്ഐആറിലുള്ളത്? മീഡിയ വണ്ണിൽ ലഭിച്ച എഫ്ഐആറിൽ എന്തൊക്കെ കണ്ടെത്തലുകളാണ് പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്? മിനിഷ, ഞെട്ടിക്കുന്ന ഒരു സംഭവമാണ് മൂന്നാർ ടോപ്പ് സ്റ്റേഷനിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായത്. വർക്കലയിൽ നിന്നെത്തിയ വിനോദസഞ്ചാരികൾക്ക് നേരെ അവിടുത്തെ തദ്ദേശീയരായ തമിഴ്നാട് സ്വദേശികളായിട്ടുള്ള വഴിയോര കച്ചവടക്കാരും ടാക്സി ഡ്രൈവർമാരും ചേർന്ന് ക്രൂരമായ ആക്രമണം നടത്തുകയും സ്ത്രീകളും കുട്ടികളും അടക്കമുള്ളവരെ ഉപദ്രവിക്കുകയും ചെയ്തു. ഈ സംഭവത്തെ തുടർന്ന് ഈ ആക്രമിക്കപ്പെട്ടവർ തമിഴ്നാട് പോലീസിൽ പരാതി നൽകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ആദ്യഘട്ടത്തിൽ കൃത്യമായ നടപടി എടുക്കാൻ തയ്യാറാകാതിരുന്ന തമിഴ്നാട് പോലീസ് പിന്നീട് തേനി ജില്ലാ കളക്ടറുടെ ഇടപെടലിനെ തുടർന്ന് എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുകയും അന്വേഷണം ആരംഭിക്കുകയും ചെയ്തിരുന്നു. ഇന്നലെയാണ് തമിഴ്നാട്ടിൽ നിന്നുള്ള പോലീസ് സംഘം, പ്രത്യേക പോലീസ് സംഘം, ഏതാണ്ട് ബോഡിനൈക്കന്നൂർ ടൗൺ പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള പോലീസ് സംഘം ഇന്നലെയാണ് മൂന്നാറിൽ എത്തിയതിനു ശേഷം ഇവർ രജിസ്റ്റർ ചെയ്ത എഫ്ഐആർ പ്രകാരമുള്ള 7 പേരെ പ്രതിയേർത്തുകൊണ്ടുള്ള എഫ്ഐആർ ആണ് തമിഴ്നാട് പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ടോപ്പ് സ്റ്റേഷൻ സ്വദേശികളായിട്ടുള്ള ജെ ഡേവിസ്, പി വിനോദ്, ഋത്തിക് എന്നിവരെ പ്രതിയേർത്തുകൊണ്ടുള്ള എഫ്ഐആർ ആണ് തമിഴ്നാട് പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഇവരെ കണ്ടെത്തുവാനുള്ള ശ്രമമാണ് ഇന്നലെ മൂന്നാറിലെത്തിയ പോലീസ് സംഘം നടത്തിയത്. എന്നാൽ ഇന്നലെ നടത്തിയ പരിശോധനയിൽ ഇവരെ കണ്ടെത്താനായില്ല എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. പ്രതികൾ ഒളിവിലാണ് എന്നുള്ളതാണ് പോലീസ് നമ്മളോട് ഈ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ പറയുന്നത്. ഇതുകൊണ്ട് ഇവരെ കണ്ടെത്താൻ കഴിഞ്ഞില്ല, അതുകൊണ്ട് തങ്ങൾ മടങ്ങുകയാണ്. ഇന്നലെ രാത്രി തന്നെയും മൂന്നാറിലെത്തിയ തമിഴ്നാട് പോലീസ് സംഘം മടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഈ പ്രതികൾക്കെതിരെ 3 പേരുടെ പേരെടുത്ത് പറഞ്ഞുകൊണ്ടാണ് എഫ്ഐആറിൽ പറഞ്ഞിരിക്കുന്നത്. ബാക്കി 4 പേർ കണ്ടാൽ തിരിച്ചറിയാവുന്നവർ എന്നാണ് എഫ്ഐആറിൽ ചേർത്തിരിക്കുന്നത്. ഇവർക്കെതിരെ ചുമത്തിയിരിക്കുന്നത് ജാമ്യമില്ലാ വകുപ്പുകളാണ്. ഇവരെ ഉടനടി തന്നെ അറസ്റ്റ് ചെയ്യും എന്നുള്ള നിലപാടാണ് തമിഴ്നാട് പോലീസ് പങ്കുവയ്ക്കുന്നെങ്കിലും ആ നിലയിലൊരു ദ്രുതഗതിയിലുള്ള ഒരു ഇടപെടൽ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. ഇന്നലെ എത്തിയ പോലീസ് സംഘം ഇന്നലെ തന്നെ തിരിച്ച് തമിഴ്നാട്ടിലേക്ക് മടങ്ങുകയായിരുന്നു. അതേസമയം ആക്രമിക്കപ്പെട്ട വർക്കല സ്വദേശികളായിട്ടുള്ള ആളുകൾ കുമളിയിൽ തുടരുകയാണ്. വിനോദസഞ്ചാരാർത്ഥം വന്നതാണ്. അവർ നമ്മളോട് പങ്കുവയ്ക്കുന്നത് ഈ പോലീസുകാർ ഈ ആക്രമിച്ച ആളുകളുടെ കയ്യിൽ നിന്നും പണം വാങ്ങിയിട്ടുണ്ട് എന്നുള്ള ഒരു ആരോപണവും ഈ ആക്രമിക്കപ്പെട്ട സ്ത്രീ വിനോദസഞ്ചാരികൾ നമ്മളോട് പങ്കുവയ്ക്കുന്നുണ്ട്. തമിഴ്നാട് പോലീസ് കൃത്യമായ അന്വേഷണം നടത്തുന്നില്ലേ എന്നുള്ള ഒരു ആശങ്കയാണ് അവർ ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത്. അതിന് പ്രധാനപ്പെട്ട കാരണം പരാതി നൽകിയ ആദ്യഘട്ടത്തിൽ പോലും എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാൻ പോലീസ് തയ്യാറായിരുന്നില്ല എന്നുള്ളതാണ്. പിന്നീട് ജില്ലാ കളക്ടർ മുഖേന ഇടപെട്ടതിനെ തുടർന്നാണ് ഈ പരാതി സ്വീകരിക്കുന്നത്, എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുന്നതും. പിന്നീട് അന്വേഷണം വളരെ വൈകിയാണ് നടന്നത് എന്നുള്ള ഗുരുതരമായ ആരോപണം ആക്രമിക്കപ്പെട്ട വിനോദസഞ്ചാരികളുടെ സംഘം പറയുന്നുണ്ട്. ഏതായാലും ഇന്നലെ മൂന്നാറിൽ എത്തിയ തമിഴ്നാട് പോലീസിന്റെ സംഘം തിരിച്ച് തമിഴ്നാട്ടിലേക്ക് തന്നെ മടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. ബോഡിനൈക്കന്നൂർ സിറ്റി പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന എഫ്ഐആറിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത്. പ്രതികൾ എഫ്ഐആറിൽ പേര് ചേർത്തിട്ടുള്ള 7 പ്രതികൾ ഒളിവിലാണ് എന്നാണ് തമിഴ്നാട് പോലീസ് നമ്മളോട് പങ്കുവയ്ക്കുന്നത്. വിനീഷ.